നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ. ഇതൊരു നാടിന്റെ കൈകോർക്കലാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആരും ആശ്രയമില്ലാത്ത പെൺകുട്ടിയെ നാടൊന്നായി ചേർത്ത് പിടിച്ച് മകളായി കണ്ട് അവളെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊടുത്ത ആ ധന്യമുഹൂർത്തം. 2 വർഷം മുമ്പ് കാണാതായ അച്ഛനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി. ശേഷം വളരെ കഷ്ടപ്പെട്ട് മകളെ സംരക്ഷിച്ച് അവളെ വിവാഹം കഴിച്ചു നൽകാൻ തീരുമാനിച്ചു. അതിനായുള്ള ഒരുക്കങ്ങൾക്കിടയിൽ അസുഖബാധിതയായ അമ്മയും മകളെ തനിച്ചാക്കി 2 മാസം മുൻപ് അമ്മയും മറഞ്ഞു. തീരാ ദുഃഖത്തിലേക്ക് ജീവിതം അവളെ എത്തിച്ചപ്പോൾ അവളെ ചേർത്ത് പിടിക്കാൻ, അവളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ ആ നാട് ഒന്നാകെ ഒരുമിച്ചു. കാട്ടാക്കട ഉറിയാക്കോട് ഗോവിന്ദം താന്നിമൂടിൽ പരേതരായ KG സന്തോഷ്, സോന വിജയൻ ദമ്പതികളുടെ മകൾ ശിഖ എസ് സന്തോഷിന് അമ്മയ്ക്കും അച്ഛനും പകരമാവില്ല ആരും. എങ്കിലും അവളെ സഹോദരിയായി, മകളായി, കൂട്ടുകാരിയായി ഒക്കെ കണ്ട് ജാതിമത രാഷ്ട്രീയ ഭേദം മറന്ന് അവൾക്ക് നാട് ഒന്നുക്ക് തുണയായി. ഉറിയാക്കോട് ബുദ്ധഭൂമി ഹൗസ് നമ്പർ 91 ആകാശ് ഭവനിൽ SR സുനിൽരാജ്, റീനാമോൾ TT ദമ്പതികളുടെ മകൻ ആകാശ് ആണ് ഇനി നാടിന്റെ ഈ മകൾക്ക് കൂട്ടാകും. ഞായറാഴ്ച രാവിലെ 10:30 കൊണ്ണിയൂർ ഭദ്രകാളി ദേവീക്ഷേത്ര ഊട്ടുപുരയിൽ വെച്ച് ആകാശ് മിന്നുകെട്ടി. MLA-മാരായ MR ബൈജു, V മുരളീധരൻ, G സ്റ്റീഫൻ, BJP നേതാവും നടനുമായ വിവേക് ഗോപൻ തുടങ്ങി രാഷ്ട്രീയ നേതാക്കളും സാമുദായിക സംഘടനാ നേതാക്കളും ഉൾപ്പെടെ നാടിന്റെ ആഘോഷത്തിൽ വധൂവരന്മാരെ അനുഗ്രഹിക്കാനെത്തിയിരുന്നു. ഒരു മകൾക്ക് കൂട്ടായി, മകളായി കണ്ട് അവൾക്കൊരു ജീവിതം സമ്മാനിക്കാൻ ഒരു നാട് ഒന്നിച്ചു ചേർന്ന് സഹായവുമായി എത്തുമ്പോൾ ഈ നാട് ലോകമൊട്ടുക്കും മാതൃകയാണെന്ന് MR ബൈജു, V മുരളീധരൻ എന്നിവരും പറഞ്ഞു. പൊന്നും പുടവയും സദ്യയും എന്നു വേണ്ട, നവദമ്പതികൾക്ക് സഞ്ചരിക്കാൻ സ്കൂട്ടറും തുടങ്ങി ഒരു മകൾക്ക് വേണ്ടതെല്ലാം വാർഡംഗം RS ലാലുവിന്റെ നേതൃത്വത്തിൽ അച്ഛന്റെ സ്ഥാനത്ത് നിന്നും രവിയും, കൊണ്ണിയൂർ ഭദ്രകാളി ദേവീക്ഷേത്ര ഭാരവാഹികളും പിന്നെ ഓരോരുത്തരും ഒന്നിച്ച് ശിഖയെ സുമംഗലിയാക്കി. 3 ആൺമക്കളാണുള്ളത്. എനിക്ക് ശിഖ പൊന്നുമോളാണ്. കഴിഞ്ഞ ജന്മത്തിൽ തന്നെ മോളായിരിക്കാം. അതാണ് ഇത്തവണയും അവളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കയറ്റാൻ തനിക്ക് ആയതെന്ന് സന്തോഷ കണ്ണുനീരോടെ രവി പറഞ്ഞു. ആഘോഷത്തിന്റെ മൂഡിലാണ്. ഷിതയുടെയും ആകാശിന്റെയും വിവാഹമാണെന്ന് ഒരു നാട് ഏറ്റെടുത്ത വിവാഹമാണ്. ഷിതയുടെ അച്ഛനും അമ്മയും വിട്ടുപിരിയുമ്പോൾ ഈ നാട്ടുകാരാകെ ഒന്നടങ്കം സ്വന്തം മകളെ പോലെ ചേർത്ത് പിടിച്ച ഷിതയെ കൈക്കൊള്ളാൻ ആകാശ് കാണിക്കുന്ന താല്പര്യം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അമ്മ, ഷിതയുടെ അമ്മ മരണപ്പെടുന്നതിന് 2 മാസം മുമ്പാണ് ഈ കല്യാണം നിശ്ചയിച്ചത്. പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പറും, ഞാൻ പേര് പറയുന്നില്ല, കാരണം അത്തരത്തിൽ എല്ലാവരും ഒരേ മനസ്സുണ്ട്. രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഇതൊന്നും നോക്കാതെ ഏറ്റെടുത്ത ഷിതയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്, ആകാശിന് ഒപ്പം ചേരാൻ കഴിഞ്ഞത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. മാതാപിതാക്കൾ നേരത്തെ തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് പോയ സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും ചേർന്ന്, ഈ പ്രദേശത്തെ നാട്ടുകാരെല്ലാവരും ചേർന്ന് ആ കുട്ടിക്കൊരു ജീവിതം ഉറപ്പുവരുത്താൻ, ആ കുട്ടിയുടെ മംഗല്യം നിശ്ചയിക്കാൻ, അതിനു വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും ഒരുമിച്ച് നടത്തി എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. അനുഗ്രഹപൂർണ്ണമായി നടത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മകളുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ പ്രതിസന്ധിയേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഈ ദേശം മുഴുവനും ആ മകളോടൊപ്പമായിരുന്നു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും തുടർന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ കരുതലുകളും ഈ ദേശത്തിലെ സകലരും നൽകി. ആ സന്തോഷമാണ് ഇന്ന് നമ്മളിവിടെ അനുഭവിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ശിഖയുടെ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ ഇവിടുത്തെ നാട്ടുകാർ എനിക്ക് ഭയങ്കര സങ്കടോട് വരും. സത്യം പറഞ്ഞാൽ എനിക്ക് 3 ആൺമക്കളാണ്, പെൺപിള്ളേരില്ല. കഴിഞ്ഞ ജന്മത്തിലെ മോളായിരിക്കും, അതായിരിക്കും ഇപ്പം ഇങ്ങനെ നടന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയും പറയാനുള്ളത്. വളരെ സന്തോഷവും ആശ്വാസവും ആകുന്ന ഒരു ശുഭദിനമാണെന്ന്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മോൾക്ക്
അഭയം നൽകിയ രവിചേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ മുന്നേ തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഒരു നല്ല കാര്യം, അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട ആ ഒരു അവസരത്തിൽ ഈ മോളെ ചേർത്ത് പിടിച്ച ആ മനസ്സിനും എൻ്റെ ഒരു നിറഞ്ഞ സന്തോഷവും അഭിനന്ദനവും അറിയിക്കുകയാണ്. ഈ ഒരു ഇരു മനസ്സുകളും ഒന്നാവുന്ന ഈ ഒരു സുവർണ നിമിഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അനുകൂല സാഹചര്യത്തിലും ഈ ഒരു നല്ല സന്ദർഭത്തിലും ഇവിടെ പങ്കുചേരാൻ സാധ്യതയായത് തന്നെ മഹാഭാഗ്യമെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും ദൈവത്തിൻ്റെ പ്രസാദവും സാന്നിധ്യമുള്ള ഈ ഒരു സന്നിധിയിൽ ഇവർക്ക് രണ്ടുപേർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. എല്ലാരും കൂടെ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. എല്ലായിടത്തും ഇത്രയും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല, ഇത്ര ഇതായിട്ട് നടത്തും പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിട്ട് നടത്തും. സന്തോഷം.